നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. നിർമ്മിച്ചു നൽകുന്നത് 336 വീടുകൾ. വഴിയോര കച്ചവടക്കാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം. വഴിയോര കച്ചവട സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ഒടുവിൽ നടപടിയായി. ചെമ്മട്ടം വയലിലെ നവീകരിച്ച സയൻസ് പാർക്ക് പ്രവർത്തനം തുടങ്ങി. ആവേശത്തിരയിളക്കി സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരം. എറണാകുളം ജേതാക്കളായി. ഹിന്ദു മഹാസമ്മേളനത്തിന് മാവുങ്കാലിൽ സമാപനം. RMSA പുസ്തകോത്സവം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. സംസ്ഥാന നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന ആവശ്യം. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ജൈവ കൃഷിയിൽ വിജയം കൊയ്ത് രാവണേശ്വരത്തെ കാമരാജൻ പിന്തുടരുന്നത് സമ്പൂർണ്ണ കാർഷിക ജീവിതം. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 336 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 336 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റിൽ തുക നീക്കിവെച്ചു. ഇതിനായി 1,30,00,000 രൂപയാണ് വകയിരുത്തിയത്. 146 വീടുകൾ പൊതുവിഭാഗത്തിനും 50 വീടുകൾ പട്ടിക വിഭാഗത്തിനും 50 എണ്ണം പട്ടികവർഗത്തിനും 90 എണ്ണം പിന്നോക്ക വിഭാഗത്തിനും നീക്കിവെച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ ബജറ്റ് അവതരിപ്പിച്ചു. 28.73 കോടി രൂപ വരവും 28.29 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 1 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. റോഡ് പ്രവൃത്തികൾക്ക് 65 ലക്ഷം രൂപ, തൊഴിൽ പരിശീലന വികസന കെട്ടിടത്തിന് 25 ലക്ഷം രൂപയും നീക്കിവെക്കുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ അധ്യക്ഷനായി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനായി കേരള ആഗ്രോ മെഷീനറിയുമായി സഹകരിച്ച് കെട്ടിടം നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിച്ചു. മാവുങ്കാൽ ശ്രീരാമക്ഷേത്ര പരിസരത്താണ് സമ്മേളനം നടന്നത്. ആർഷദർശനങ്ങൾ വിശാല മനസ്ഥിതിയിലേക്ക് നയിക്കുമെന്ന് സ്വാമി വിശ്വാനന്ദ ഭാരതി പറഞ്ഞു. അത് നമ്മുടെ ധാർമ്മിക ബോധത്തെ ഉണർത്തും. മാവുങ്കാലിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവനവന്റെ വ്യക്തിഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് ആർജവത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് നമ്മുടെ ദർശനങ്ങൾ എല്ലാം. ആർഷദർശനങ്ങൾ ഭഗവത്ഗീതയാകട്ടെ അല്ലെങ്കിൽ ഉപനിഷത്താകട്ടെ, ഇതെല്ലാം നാം നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നതിന് അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ സമൂഹത്തിൽ വളരെ ഊർജവത്തായിട്ട് ആർജവത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും, ഇതിനുള്ള ദിശാബോധം തരുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ എല്ലാം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം RSS പ്രാന്തകാര്യവാഹക് P ഗോപാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വൈക്കം ക്ഷേത്രത്തിന്റെ നടയിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ ഹിന്ദു സമൂഹത്തിൽ അന്ന് അവർണരായി കണക്കാക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് വഴി നടക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ഏറ്റവും പൈശാചികമായ ദുഃഖകരമായ ഒരു സാഹചര്യമാണത്. സവർണരെന്ന് മുദ്രകുത്തപ്പെട്ടവർ അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിച്ചവർ തങ്ങളുടെ തന്നെ സഹോദരന്മാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ മാത്രമല്ല ക്ഷേത്ര പരിസരത്തുകൂടി നടക്കുവാൻ പോലും അനുവാദം കൊടുക്കുവാതെ മൃഗതുല്യമായി അവരെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം. രാധാകൃഷ്ണൻ നരിക്കോട് അധ്യക്ഷനായി. സ്വാമി പ്രേമാനന്ദ, PG കണ്ണൻ, P ഗോപാലകൃഷ്ണൻ, MC വത്സലൻ, T രാജശേഖരൻ, K കരുണാകരൻ, K ഗോവിന്ദൻ, ശിവകുമാർ പൊതുവാൾ, ബാബു അഞ്ചാം വയൽ തുടങ്ങിയവർ സംസാരിച്ചു. യുവമോർച്ച പ്രവർത്തകർ KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. ബസ് യാത്രാ നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബസ് യാത്രാ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ കാസർഗോഡ് KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. കടന്തക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
ഭരതൻ KK പുറം, KC സുനിൽകുമാർ, ധനഞ്ജയൻ മധുർ, ജയ്കുമാർ, പ്രസാദ് മണിയമ്പാറ, ശ്രീജിത്ത് കാഞ്ഞങ്ങാട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ സെക്രട്ടറി S. കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാന സർക്കാർ ബസ് ചാർജ് വർധനം പിൻവലിച്ചപ്പോൾ കേരളത്തിലെ സർക്കാർ ഏതൊരു നടപടി എടുക്കാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വർദ്ധിപ്പിച്ച വിലക്കയറ്റം ബസ് ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണാ സമരം നടന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ വിജയകുമാർ റൈ, ജില്ലാ ജനറൽ സെക്രട്ടറി K. രാജേഷ്, കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീഷ് നാരമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ആവേശമായി പഞ്ചഗുസ്തി മത്സരം. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജേതാക്കളായി. സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് മത്സരം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. വാശിയേറിയ മത്സരത്തിൽ 44 പോയിന്റ് നേടി എറണാകുളം ജേതാക്കളായി. 17 പോയിന്റുമായി തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും നേടി. വ്യക്തിഗത ഇനങ്ങളിൽ കോഴിക്കോട്ടെ PP ഷമീറും ഇടുക്കിയിലെ ജിൻസി ജോസും ജേതാക്കളായി. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 50 കിലോ വിഭാഗത്തിൽ മലപ്പുറത്തെ സുനീറയും 55 കിലോ വിഭാഗത്തിൽ തൃശൂരിലെ M. ഹരിയും ജേതാക്കളായി. 60 കിലോ വിഭാഗത്തിൽ എറണാകുളത്തെ TV സജീഷും ലതാ ഉണ്ണികൃഷ്ണനും വിജയം നേടി. 75 കിലോ വിഭാഗത്തിൽ എറണാകുളത്തെ എബിൻ കുര്യൻ ജേതാവായി. പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് സിനിമാ താരം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബോർഡിൽ നിന്ന് പഠിക്കുന്നത് പണ്ട് 2 പേര് ഗോതയിൽ നിന്ന് പിടിച്ചിരുന്ന സംഗതി തന്നെയാണ്. അത് കുറച്ചുകൂടെ ഒരു ഇൻഡോർ ഗെയിമിലോട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു സൗണ്ട് മൈൻഡുള്ളൊരു ബോഡി, നല്ലൊരു ബോഡി അതുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഇതിനൊരു കോൺസെൻട്രേഷൻ. എതിരെ നിൽക്കുന്ന ഒരാളെ ഏതെങ്കിലും തന്നെ ചതിച്ചുകൊണ്ട് തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അയാളുടെ മനസ്സ് വർക്ക് ചെയ്യുന്ന വേറെ രീതിയില്ല. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാം. കോൺസെൻട്രേഷൻ നമ്മളിൽ നിന്ന് പോകില്ല. സംഘാടക സമിതി ചെയർമാൻ AV രാമകൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ K. ദിവ്യ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, രവീന്ദ്രൻ പുതുക്കൈ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, BJP ദേശീയ സമിതി അംഗം മടിK കമ്മാരൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ, അജയകുമാർ നെല്ലിക്കാട്ട്, MV പ്രതീഷ് ഭാസ്കർ, അനിൽകുമാർ V. നായർ, T. മുഹമ്മദ് അസ്ലാം, V. സുരേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച T. കുഞ്ഞിരാമൻ, HV ബാലൻ, നിലാങ്കര മുഹമ്മദ്, BC തമ്പാൻ, വിജയൻ ആറങ്ങാടി, ബാബ മുഹമ്മദ് അലി, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, റാഫേൽ മാളിയേക്കൽ എന്നിവരെ ആദരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ മത്സരിക്കാനെത്തിയിരുന്നു. RMSA പുസ്തകോത്സവം തുടങ്ങി. ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പുസ്തകോത്സവം ആരംഭിച്ചത്. സ്കൂൾ ലൈബ്രറികളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് RMSA പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. സ്കൂളുകൾക്ക് 30% വരെ കിഴിവ് അനുവദിക്കുന്നുണ്ട്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുജാത അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. വർഷം മുതൽ തന്നെ നമ്മുടെ കുട്ടികളുടെയും അതുപോലെ വായനക്കാരുടെയും ഒക്കെ ആഗ്രഹം പോലെ തന്നെ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സംവിധാനം RMSA നമ്മുടെ വായനാശീലമുള്ള കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകളിലേക്ക് 10,000 രൂപ കൊടുത്തുകൊണ്ട് ഒരു സംവിധാനം അവർ ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തൊട്ട് ഇതുപോലെ ഒരു പുസ്തകമേള നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകിക്കുട്ടി, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ, DEO N. സദാശിവ നായിക്ക്, ഡോക്ടർ M. ബാലൻ, IT സ്കൂൾ ജില്ലാ കോർഡിനേറ്റർ MP രാജേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. രാഘവൻ സ്വാഗതം പറഞ്ഞു. വഴിയോര കച്ചവടക്കാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. വഴിയോര കച്ചവട സമിതി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വഴിയോര കച്ചവടക്കാർക്ക് ജീവിത സാഹചര്യം ഉറപ്പുവരുത്താൻ നടപടി വേണമെന്നാണ് വഴിയോര കച്ചവട സമിതി ആവശ്യപ്പെടുന്നത്. പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് 60 കച്ചവടക്കാരെ നിലനിർത്താനാകില്ലെന്ന് സമരസമിതി പറയുന്നു. നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU നേതാവ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ ഒരു കേന്ദ്രത്തിൽ പാർപ്പിച്ചുകൊണ്ട് ആ കേന്ദ്രത്തിലേക്ക് ആളുകൾ വന്ന് അവിടെ സാധനം വാങ്ങും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം
ടൗണിന്റെ ചില ഭാഗങ്ങളിൽ കച്ചവടം നടത്തുന്ന ഈ വഴിയോര കച്ചവടക്കാർ ബസ്സിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങി. ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ, MR ദിനേശൻ, AVM മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിയെ ഉപാസിക്കുന്ന രാവണേശ്വരത്തെ കാമരാജനും കുടുംബവും കാർഷിക വൃത്തിയിൽ നേട്ടം കൊയ്യുന്നു. കാമരാജന്റെ കാർഷിക ജീവിതം മാതൃകയാവുകയാണ്. പ്രകൃതിയെ സ്നേഹിച്ച് പരിപാലിച്ച് കാർഷിക ജീവിതം നയിക്കുന്ന ഒരു മാതൃകാ കർഷകനുണ്ട് രാവണേശ്വരത്ത്. കൃഷിയുടെ വൈവിധ്യമാർന്ന രീതികൾ പ്രയോഗിച്ച് വിജയം കണ്ട രാവണേശ്വരം മാക്കിയിലെ കാമരാജനാണ് ആ കർഷകൻ. ജൈവ കൃഷിയുടെ വൈവിധ്യമാർന്ന പാഠങ്ങൾ കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഈ കർഷകന്റെ കൃഷിയിടം ഒരു കാർഷിക പാഠശാല കൂടിയാകുന്നു. ഒരു കാർഷിക സർവകലാശാലയും നൽകാത്ത അറിവുകളാണ് കാമരാജന്റെ കൃഷിയിടവും കൃഷിരീതികളും കർഷകർക്ക് പകർന്നു നൽകുന്നത്. രാസവളങ്ങളോ രാസകീടനാശിനികളോ കുമിൾനാശിനികളോ ഉപയോഗിക്കാതെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വിളകൾക്ക് അദ്ദേഹം ജീവാമൃതമാണ് ഉപയോഗിക്കുന്നത്. വിത്ത് സംരക്ഷണത്തിനായി ബീജാമൃതം നിർമ്മിച്ചിട്ടുണ്ട്. കൃഷിയിൽ കാമരാജൻ നടത്തിയ പരീക്ഷണങ്ങൾ ഏറെയാണ്. പശു വളർത്തലും ആടുവളർത്തലും ജൈവ കൃഷിക്ക് അടിത്തറയൊരുക്കുന്നു. മേൽത്തരം തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിനാൽ വൈക്കോലിന്റെ ദൗർലഭ്യവും കാമരാജൻ അറിയുന്നില്ല. അതേസമയം പാഴ്വസ്തുക്കളുടെ നിർമ്മാർജ്ജനവും ഒപ്പം ബയോഗ്യാസ് പ്ലാന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പശു വളർത്തലിലൂടെ ഇദ്ദേഹത്തിന് നിത്യേന 60 ലിറ്റർ പാൽ കറന്നെടുക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ രാവണേശ്വരം ഗ്രാമത്തിലെ പാൽക്കാരനായും കാമരാജൻ റോളുണ്ട്. കാർഷിക പരിചരണത്തിലും കൃഷിയൊരുക്കാനും പിന്തുണ നൽകുന്നത് ഭാര്യ ബാലാമണിയാണ്. 6 വർഷമായി പൂർണ്ണ ജൈവ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഒരേക്കറോളം പച്ചക്കറി, വിവിധങ്ങളായ പച്ചക്കറികൾ, വെണ്ട, പയർ, ചോളം, നരമ്പൻ, കുമ്പളം, മത്തൻ, കോവൽ, ഇതൊക്കെ പൂർണ്ണ ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഴ, എല്ലാ വിളകളും പിന്നെ പൂർണ്ണ ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജൈവ വളങ്ങൾ ആയി ഉപയോഗിക്കുന്നത് ജൈവ സ്ലറിയും അതുപോലെ തന്നെ പിന്നെ ജീവാമൃതം. ഇപ്പോൾ വിത്ത് പരിചരണത്തിന് ബീജാമൃതം ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ജൈവ കീടനാശിനികളാണ് പരിപൂർണമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ടാലായിരിക്കും അങ്ങനെ ആദ്യം വന്നവർ വിശ്വസിക്കില്ല. എന്നാലും അത് എന്നെ അറിയുന്നവർ, ഈ പരിസരത്തുള്ളവർ പിന്നെ ഈ ജൈവ കൃഷി മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഇതുകൊണ്ട് പല ആളുകളും വന്ന് സാധനം വാങ്ങിക്കുന്നവർ ഇതാണ്. അപ്പോൾ നമുക്കതൊരു കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു പ്രോത്സാഹനമാണ് ഉള്ളത്. ഉള്ള സഹായങ്ങൾ ആ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെ, രാസകൃഷി വരെ ഇന്ന് നഷ്ടം, മറ്റ് ബിസിനസ്സുകളെ അപേക്ഷിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറവ് എന്നല്ലാതെ നഷ്ടം ഒരിക്കലും കൃഷിയാവില്ല. നെൽകൃഷി ആയാലും പിന്നെ നഷ്ടമാവില്ല. എനിക്ക് ജൈവ രീതിയിലുള്ള കൃഷി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുരുങ്ങിയൊരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഒരു 10-15,000 രൂപ വരെ വണ്ടിയും കോവലും ഈ ഒരു സമയത്ത് കൊടുത്ത് കഴിഞ്ഞു. പിന്നെ പയർ, അപ്പോൾ ചെറിയൊരു സ്ഥലത്ത് ജൈവ രീതിയിലും ഉള്ള കൃഷി കൊണ്ട് വരെ നഷ്ടമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 5-6 വർഷം കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ ഈ ഇതാക്കുന്നത്. അതോടൊപ്പം പശു വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്. അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ, പിന്നെ ചാണകമായാലും ആട്ടിൻകാഷ്ടമായാലും കോഴിക്കാഷ്ടം മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ജൈവ ഇത്. ബാക്കിയെല്ലാം എൻ്റെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. പച്ചില വളം, പിന്നെ റൂറൽ കമ്പോസ്റ്റ് ഉണ്ട്. വീട്ടുമുറ്റത്തെ കോവത്തോട്ടവും പച്ചമുളക്, പയർ കൃഷിയുമെല്ലാം ഈ കർഷകന്റെ വരുമാന ഉറവിടങ്ങളാണ്. ചീരയും കുമ്പളവും വെള്ളരിക്കയും കുറ്റിപ്പയറുമെല്ലാം ഈ കൃഷിയിടത്തിൽ സമൃദ്ധമായി വിളഞ്ഞിട്ടുണ്ട്. ഇത്തിരി നൽകുമ്പോൾ ഒത്തിരി നൽകുന്ന മണ്ണിന്റെ സ്നേഹം ഈ കർഷക കുടുംബം അനുഭവിച്ചറിയുകയാണ്. മണ്ണിനെ സ്നേഹിച്ചും പരിപാലിച്ചും ഈ കർഷക കുടുംബം കഴിയുമ്പോൾ കാണാനാകുന്നത് കൃഷിയിലെ വിജയകഥയിലെ മറ്റൊരു അധ്യായമാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം ഈ മാസം 25-ന് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും. പ്രചരണവുമായി വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് ഒരുക്കങ്ങളായി. 25 മുതൽ മാർച്ച് 1 വരെയാണ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കലോത്സവം നടക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ 25, 26 തീയതികളിൽ നടക്കും. 25-ന് രാവിലെ 10 മണിക്ക് കവി വി മധുസൂദനൻ നായർ സ്റ്റേജ് ഇതര മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേജ് മത്സരങ്ങൾ 27 മുതൽ മാർച്ച് 1 വരെ തീയതികളിൽ നടക്കും. കലോത്സവ പ്രചരണാർത്ഥം വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് സംഘം പര്യടനം തുടങ്ങി. കാസർഗോഡ് നിന്നും ആരംഭിച്ച ഫ്ലാഷ് മോബിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി.
കൊടുവിൽ ചെമ്മട്ടംവയലിലെ സയൻസ് പാർക്കിന് ശാപമോക്ഷമായി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം സയൻസ് പാർക്ക് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെമ്മട്ടംവയലിലെ സയൻസ് പാർക്ക് പ്രവർത്തന സജ്ജമായി. ആവശ്യങ്ങൾക്ക് ഉപകരണങ്ങൾ എത്തിക്കാത്തതിനാൽ സയൻസ് പാർക്കിന്റെ പ്രവർത്തനം നിശ്ചലമായിരുന്നു. കാടുമൂടിയ സയൻസ് പാർക്കിന്റെ ദുരവസ്ഥ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നഗരസഭ സയൻസ് പാർക്ക് നവീകരിച്ചത്. തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന്റെ സഹകരണത്തോടെ 10ഓളം പുതിയ റൈഡുകൾ സയൻസ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. എനർജി ബോൾ, മാജിക് ടണൽ, ജേക്കബ്സ് ലാഡർ, അക്രോബാറ്റിക് റാഡ്, ഫ്ലോട്ടിംഗ് ബോൾ, ന്യൂട്ടൺസ് ക്രാഡിൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളെല്ലാം സയൻസ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ ഭാരം മറ്റ് ഗ്രഹങ്ങളിൽ എത്രയെന്നറിയാനുള്ള സംവിധാനവും പാർക്കിൽ സജ്ജമാണ്. പുതിയ റൈഡുകളുടെ ഉദ്ഘാടനം സബ് കളക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ആ കണ്ടുപിടുത്തം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കിടക്കുന്ന ബെഡ് തൊട്ട് നിങ്ങൾ രാത്രി വീണ്ടും ഉറങ്ങാനായിട്ട് നിങ്ങളുടെ കിടക്കയിൽ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തമുണ്ട്. അത് നമ്മൾ പലപ്പോഴും ടെക്നോളജി എന്നൊരു മേഖലയിലേക്ക് പോകുന്നു. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യർക്ക് ഉപയോഗമായ രീതിയിൽ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള മൊബൈല്, TV, ഫ്രിഡ്ജ്, ഇതെല്ലാം ടെക്നോളജിക്കലാണ്. പാർക്കിന്റെ 2ാം ഘട്ട പ്രവർത്തനോദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പൊതുവെ ഉള്ള ഒരു ധാരണയുണ്ടായിരുന്നു, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ആളുകൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ ഇൻസ്പയർ അവാർഡ് തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികൾ 2 പേർ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഏറ്റവും കൂടുതൽ അർഹരായ ഒരവസ്ഥയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നു കഴിഞ്ഞു. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ആ കോഴ്സുകളും അതിലൂടെ നമ്മുടെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തലത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാർത്ഥിനികൾക്ക് മുന്നോട്ട് ഉയർന്നു വരുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നുറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ, സി ജാനകിക്കുട്ടി, കൗൺസിലർമാരായ രവീന്ദ്രൻ പുതുക്കൈ, PV മോഹനൻ, CK വത്സലൻ, ഗംഗാ രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി സുബോധ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയകോട്ടയിലെ സിറ്റി കോംപ്ലക്സിൽ യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ഓഫീസ് പ്രവർത്തനം തുടങ്ങി. പുതിയകോട്ടയിലെ സിറ്റി കോംപ്ലക്സിൽ യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത്രത്തോളം വലിയൊരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെ ഫലമായി. ഇവിടെ ആരുമില്ല, എല്ലാവരും നാഥന്മാരാണ്, എല്ലാവരും അനുയായികളാണ്. ഇവിടെ എല്ലാവരെയും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് ശീലിച്ചുകൊണ്ട് പ്രവർത്തിക്കും. നമ്മൾ സ്വയം തയ്യാറാക്കുന്നു. അതല്ലാതെ നമ്മളൊരിക്കലും ഒരാളുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് കീഴിൽ നിന്നുകൊണ്ട് ഇത്ര പണം അടക്കണമെന്നോ ഇത്ര പണം അടക്കരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ എന്തൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇൻ്റർനെറ്റ് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും വളരെ അഭിമാനകരമായ ഒരു മുന്നോക്കമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അസോസിയേഷൻ്റെ കാഴ്ചപ്പാട്, ഇത് തന്നെയാണ് അസോസിയേഷൻ നിലപാട്. അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ അകത്തുള്ള ഇൻഡിവിജ്വലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റർമാരെ മുഴുവനും ബിസിനസ്സുപരമായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം. യൂണിറ്റി കേബിൾ ചെയർമാൻ P ഗോപകുമാർ അധ്യക്ഷനായി. COA ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, COA ജില്ലാ സെക്രട്ടറി സതീഷ് കെ പാക്കം, COA സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ, KCCL ജില്ലാ ഹെഡ് K രഘുനാഥ്, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി സജി ആന്റണി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ മൂലം പ്രവർത്തനം നിലച്ച ക്വാറികൾ പ്രവർത്തിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. അടോട്ട് AKG ഭവനിലാണ് സമ്മേളനം ചേർന്നത്. ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രാജ്യത്തെ ചെങ്കൽ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ക്വാറികളുടെ പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
സമ്മേളനം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ സംസ്ഥാനത്ത് മൊത്തമായി വരുന്ന ജില്ലകളിൽ ഫെഡറേഷൻ സമ്മേളനം 3 വർഷം കൊണ്ടൊരിക്കലാണ് 2013 നവംബർ മാസം തൃശ്ശൂർ നടത്തപ്പെടുകയുണ്ടായി. ദേശീയ സമ്മേളനം തന്നെ സംസ്ഥാന ഫെഡറേഷനുകളുടെ ഒരു അഖിലേന്ത്യാ കമ്മിറ്റിയാണ് CWF എന്ന് പറയുന്ന. യൂണിയൻ പ്രസിഡന്റ് KP ബാലൻ അധ്യക്ഷനായി. ചറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, M ബാലകൃഷ്ണൻ, P ദാമോദരൻ, P ഗംഗാധരൻ, CV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. B ഗംഗാധരൻ മടിയൻ സ്വാഗതം പറഞ്ഞു. ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 16 മുതൽ 18 വരെ തീയതികളിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നായി 275 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 16 മുതൽ 18 വരെ തീയതികളിലായി എറണാകുളത്ത് വെച്ച് നടക്കും. മാർച്ച് 30 ജില്ലാ കൗൺസിൽ യോഗങ്ങൾ അവസാനിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ജോർജ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TO പ്രവീൺ, ജില്ലാ സെക്രട്ടറി A ഭരതൻ, T കുഞ്ഞിരാമൻ, കിഴക്കേ വെള്ളിക്കോത്ത്, PP ചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് SC വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തത്. സൈക്കിൾ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ നിർവഹിച്ചു. അതിന്റെ അർത്ഥത്തിൽ തന്നെ അത് ഉപയോഗിച്ചാൽ പോലെ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും വേണം. നല്ലപോലെ തന്നെ സൂക്ഷിക്കണം. രാവിലെ അതുകൊടുത്ത് സ്കൂളിൽ പോവുക, വൈകുന്നേരങ്ങളിൽ പൊട്ടിച്ചാടി അതിനെ നല്ലതാക്കുക. അതിനെ നല്ലപോലെ സംരക്ഷിക്കണം. എല്ലാം സംരക്ഷിച്ചാൽ മാത്രമേ അത് കുറേ കാലം നിലനിൽക്കൂ. അതിനാവശ്യമായ നല്ല രീതിയിൽ അത് തുറക്കണം, നല്ല വൃത്തിയാക്കണം, കാറ്റടിക്കണം. കാറ്റടിക്കാതെ പോയാൽ ടയർ ആളും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ഷാഫി, സുനു ഗംഗാധരൻ, M ഗൗരി, C രാജൻ, M ലളിത, P മിനി, സാവിത്രി, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി UK സുരേന്ദ്രൻ സ്വാഗതവും K ദയാനന്ദൻ നന്ദിയും പറഞ്ഞു. കാലിക്കടവ് ഗുരുകുലം സഹൃദയവേദി സംഘടിപ്പിച്ച ഉത്തര കേരള പൂരക്കളി മത്സരത്തിൽ കരിവെള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. കാടങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള സ്കൂൾ ടീമുകളാണ് പൂരക്കളി മത്സരത്തിൽ പങ്കെടുത്തത്. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനവും അനുമോദന സദസ്സും ഫോക്ലർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കലാകാരന്മാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം അത് കണ്ടില്ലെന്ന് നടിക്കുവാൻ സർക്കാരിനോ സർക്കാരിൻ്റെ സാംസ്കാരിക സ്ഥാപനത്തിനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മെച്ചപ്പെട്ട നിർണയമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. അവാർഡ് കിട്ടിയവരേക്കാൾ ഒരുപാട് യോഗ്യതയുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഇതിന് തികച്ചും അനുയോജ്യരായ ഒരുപാട് കലാകാരന്മാർ ഇനിയും ഈ നാട്ടിനും പരിസരങ്ങളിലും ഉണ്ട് എന്ന് നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സീരിയൽ താരം വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരുന്നു. ഇവിടെ വന്ന് മത്സരിച്ച ഈ 8 ടീമുകളിലെ കുട്ടികൾ അവരെ പരിശീലിപ്പിച്ച പരിശീലകർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശ്രമമാണ് ഇങ്ങനൊരു കളി എത്തുന്നത്. പലപ്പോഴും മത്സരം കഴിയുമ്പം പത്രത്തിൽ ഇതിൻ്റെ ഫോട്ടോ കാണുമ്പോഴാണ്, കുട്ടികളൊക്കെ ഇങ്ങനെ ആകാശം മുട്ട ചാടി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമ്പോഴാണ് ഈ കളിയുടെ പ്രാധാന്യമൊക്കെ പലരും വായിച്ചറിയുന്നത്. ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ കലാരൂപം കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന ആളുകൾക്ക് അവരനുമോദിക്കുന്നൊരു ചടങ്ങ് എല്ലാ മേഖലയിലും, ഫോക്ലോറിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ അനുമോദിക്കുന്നൊരു ചടങ്ങും ലളിതമാണെങ്കിലും എനിക്ക് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളെ കാണുമ്പോഴാണ് ഒരു സങ്കടം ഉണ്ടായത്. ഈ കസേരകളെല്ലാം ഒന്ന് നിറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രതിഭകൾ ഇവിടെ ഇരിക്കുമ്പം
അതിലൊരു സങ്കടം ഉണ്ട്. കാരണം പൂരക്കളിയുടെ നാടായ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചേർന്നില്ല എന്നുള്ളൊരു സങ്കടം മനസ്സിനുള്ളിൽ എവിടെയോ കിടക്കും. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഓലക്കൊടി കൊത്തൊരു കയ്യും മെയ്യും. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. എം അപ്പുണ്ണിപ്പണിക്കർ, കാടാങ്കോട് എം കുഞ്ഞികൃഷ്ണ പണിക്കർ, കരിവള്ളൂർ സി രാജൻ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ RC കരിപ്പത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PC വിശ്വംഭര പണിക്കർ അധ്യക്ഷത വഹിച്ചു. PP മാധവൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. മൈച്ച P ഗോവിന്ദൻ, KV പൊക്കൻ പണിക്കർ, T രാജൻ, P ദാമോദര പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിങ്കാൽ ഇൻടെക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ട് ഷോട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാലിങ്കാൽ പഞ്ചായത്ത് പരിസരത്താണ് മത്സരങ്ങൾ നടന്നത്. ചാലിങ്കാൽ ഇൻഡെക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാതല ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ട് ഷോട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അവർ ചെറുപ്പക്കാരെ കൂടുതലായി നമ്മുടെ സാമൂഹിക രംഗത്തേക്ക്, സാംസ്കാരിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സജീവമായുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത കാലത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ക്ലബ്ബുകളൊക്കെ വളരെ സജീവമായി എല്ലാ രംഗത്തും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ ടൂർണമെന്റുകളും, ഇവിടെ നടന്ന വോളിബോൾ ടൂർണമെന്റ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ടൂർണമെന്റ്, അതുപോലെ തന്നെ മറ്റ് മേളകളൊക്കെ വെറും ഒരു ആഘോഷം എന്നതിനപ്പുറം അവർക്ക് കിട്ടുന്ന സംഭാവനകളിൽ നിന്നും വലിയ ഒരു തുക ഈ നാട്ടിലെ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ശയ്യാവലംബികളായിട്ടുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഈ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് K സുരേഷൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV കരിയൻ, കരിങ്കുണിയ, CK വിജയൻ, TP ബാബു, ഭാസ്കരൻ ചാലിങ്കാൽ, KV ഗംഗാധരൻ, പത്മനാഭൻ ചാലിങ്കാൽ, ഭാസ്കരൻ കേളോത്ത്, AV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി അജീഷ് സ്വാഗതവും യർമു നന്ദിയും പറഞ്ഞു. ഗ്രാമീൺ ബാങ്ക് ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് ഓൾ കേരള ബാങ്ക് റിട്ടയറി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി K ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലുള്ള ആളുകളുടെ റിട്ടയറീസും റിട്ടയർ ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരുടെ സഹകരണം ഇവിടെ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത് നിശ്ചയമായും ഇതിൻ്റെ സംഘാടന പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ നല്ല രീതിയിലുള്ള ബന്ധപ്പെടലും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമാണ്. VB ഷേനായി അധ്യക്ഷത വഹിച്ചു. AC മാധവൻ, B ദാമോദരൻ പിള്ള, VK മോഹനൻ, KV ഗംഗാധരൻ, അതിഥി രഥൻ, K മധുസൂദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റായി K കരുണാകരനെയും സെക്രട്ടറിയായി K മധുസൂദനൻ നായരെയും ഖജാൻജിയായി രാമകൃഷ്ണൻ മാരാരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മദർ തെരേസ കർമ്മശ്രേഷ്ഠ അവാർഡ് നേടിയ V കുഞ്ഞിക്കണ്ണന് ആദരം. വാഴുന്നോറൊടി ലളിതകലാ കേന്ദ്രമാണ് അനുമോദനം സംഘടിപ്പിച്ചത്. മദർ തെരേസ കർമ്മശ്രേഷ്ഠ അവാർഡ് നേടിയ P കുഞ്ഞിക്കണ്ണനെ വാഴുന്നോറൊടി ലളിതകലാ കേന്ദ്രം ജനറൽ ബോഡി യോഗം അനുമോദിച്ചു. ലളിതകലാ കേന്ദ്രം പ്രസിഡന്റ് M സുകുമാരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. KV രാമചന്ദ്രൻ, M ബാലകൃഷ്ണൻ, PV നാരായണൻ മാസ്റ്റർ, M വേണുഗോപാലൻ, P ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രം സെക്രട്ടറി P ബാലകൃഷ്ണൻ സ്വാഗതവും EV പത്മനാഭൻ നന്ദിയും പറഞ്ഞു. അടുക്കാടൻ സനിൽ പെരുവണ്ണനായി ആചാരപ്പെട്ടു. ആവിക്കര മുത്തപ്പൻ മടപ്പുരയിലെ മുത്തപ്പൻ കോലധാരിയാണ് അടുക്കാടൻ സനിൽ. ആവിക്കര മുത്തപ്പൻ മടപ്പുരയിൽ വർഷങ്ങളായി മുത്തപ്പൻ കോലാധാരിയായി അരങ്ങിലെത്തുന്ന അടുക്കാടൻ സുനിൽ പെരുവണ്ണനായി ആചാരപ്പെട്ടു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും പട്ടും വളയും സ്വീകരിക്കുകയുണ്ടായി.
അരിയിടൽ ചടങ്ങ് ആവിക്കര മുത്തപ്പൻ മടപ്പുരയിൽ നടന്നു. അരിയിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന് മുന്നോടിയായി കലവറ നിറച്ചു. മടിയൻ അത്തിക്കൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ അവകാശികളായി അറിയപ്പെടുന്ന അത്തിക്കൽ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. കലവറ നിറക്കൽ ഘോഷയാത്ര സത്യകഴകം മടിയൻ കണ്ണച്ചൻ വീട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പുറപ്പെടുകയുണ്ടായി. വൈകിട്ട് 6 മണിക്ക് വനിതാ സമ്മേളനം നടക്കും. 25 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 27 ഉച്ചയ്ക്ക് 1:15-നും 1:50-നും ഇടയിൽ ദേവപ്രതിഷ്ഠ നടക്കും. 28-ന് കളിയാട്ടത്തിന് തുടക്കമാകും. മാർച്ച് 2-ന് കളിയാട്ടം സമാപിക്കും. മാർച്ച് 3-ന് നാഗത്തറയിൽ ആയില്യ ചടങ്ങ് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. നിർമ്മിച്ചു നൽകുന്നത് 336 വീടുകൾ. വഴിയോര കച്ചവടക്കാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം. വഴിയോര കച്ചവട സമിതി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ഒടുവിൽ നടപടിയായി. ചെമ്മട്ടം വയലിലെ നവീകരിച്ച സയൻസ് പാർക്ക് പ്രവർത്തനം തുടങ്ങി. ആവേശത്തിരയിളക്കി സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരം. എറണാകുളം ജേതാക്കളായി. ഹിന്ദു മഹാസമ്മേളനത്തിന് മാവുങ്കാലിൽ സമാപനം. RMSA പുസ്തകോത്സവം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. സംസ്ഥാന നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന ആവശ്യം. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കൗൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ജൈവ കൃഷിയിൽ വിജയം കൊയ്ത് രാവണേശ്വരത്തെ കാമരാജൻ പിന്തുടരുന്നത് സമ്പൂർണ്ണ കാർഷിക ജീവിതം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.